Hi, good morning children. Welcome back to our class. Children, how are you? Are you fine? Okay. Children, in the last class, we studied about conjunctions. What children? Conjunctions. What are conjunctions? What are conjunctions? Joining words are called conjunctions. അപ്പോൾ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഇത്രയും ഈ നാൾ പഠിച്ചുകൊണ്ടിരുന്ന പാർട്സ് ഓഫ് സ്പീച്ച് ആയിരുന്നു അല്ലേ? ആ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏറ്റവും അവസാനത്തേതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് വിച്ച് വൺ? ഇന്റർജെക്ഷൻ. What children? Interjection. Conjunction already you learned in the last class. First one is, what are the 8 parts of speech? Can you tell me? First one, noun. Second one, pronoun. Next, verb, adverb, adjective. The next, preposition, conjunction. And the last one is interjection. Understood? First one is noun, pronoun, verb, adverb, adjective, then preposition, conjunction. The last one is interjection. So today we are going to study about interjection. What children? Interjection. So these 7 you studied. What are they? Noun, pronoun, verb, adverb, adjective, preposition, conjunction. The last one is interjection. Okay. Children, interjection. I told you that no, what are conjunctions? Joining words are called conjunctions. An interjection is a word which expresses some sudden feelings. അതായത് പെട്ടെന്നുണ്ടാകുന്ന സങ്കടം അല്ലേ, ദേഷ്യം, സന്തോഷം, സർപ്രൈസ്, ഇതൊക്കെയാണ് എന്താ ഇന്റർജെക്ഷൻ അല്ലേ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന. അതായത് നമുക്ക് an interjection is a word which expresses some sudden feelings. പെട്ടെന്നുണ്ടാകുന്ന കുറേ ഫീലിങ്സ് അല്ലേ. എന്തൊക്കെയാണ്? നമുക്ക് സങ്കടം വരും അല്ലേ, പിന്നെന്താണ്, സന്തോഷം വരും, സർപ്രൈസ്. അപ്പോൾ ഇതൊക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അതായത് ഇതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർജെക്ഷൻസ് ഉപയോഗിക്കുന്നത്. വി ക്യാൻ ഐഡന്റിഫൈ ഇന്റർജെക്ഷൻ സൂൺ ബിക്കോസ് എക്സ്ക്ലമേഷൻ, ദർ ഇസ് ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവോ? കണ്ടോ, ഇതാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വി ക്യാൻ ഐഡന്റിഫൈ. സോ ദാറ്റ് ഈസ് ഇന്റർജെക്ഷൻ. അണ്ടർസ്റ്റുഡ് ചിൽഡ്രൻ? അപ്പോൾ ഒരു ഇന്റർജെക്ഷൻ ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ, വി ക്യാൻ ഐഡന്റിഫൈ വിത്ത് ദിസ് symbol of an exclamation mark. This is, we can call this exclamation mark. Okay children, an interjection. What is an interjection? An interjection is a word which expresses sudden feeling. അല്ലേ, സന്തോഷം, പെട്ടെന്ന് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും സർപ്രൈസ് വരുമ്പോഴും ഒക്കെ നമ്മൾ ഇന്റർജെക്ഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ലെറ്റ് സീ സം എക്സാമ്പിൾസ്. അതായത് എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ ആണ് നമ്മൾ ഇന്റർജെക്ഷൻസ് ഉപയോഗിക്കുന്നത്. എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ, അതായത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സിമ്പിളാണിത്, സൈനാണിത്. ആ എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ വരുമ്പോൾ നമുക്ക് എപ്പോഴും എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. ഇതിനാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. ഉണ്ടോ? സോ വി ക്യാൻ കോൾ ദിസ് സൈൻ. ഒരു വരയിട്ടതിന്റെ താഴെ ഒരു കുത്ത് കണ്ടോ, ഇതാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. അപ്പോൾ ആ എക്സ്ക്ലമേറ്ററി സെന്റൻസിലാണ് നമ്മൾ ഇന്റർജെക്ഷൻ ഉപയോഗിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്?
ഈ എക്സ്ക്ലമേറ്ററി സെന്റൻസിലാണ്, അതായത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് നമുക്ക് വി ക്യാൻ ഐഡന്റിഫൈ സൂൺ ബിക്കോസ് there is a sign of an exclamation mark. Understood children? So അപ്പോൾ എക്സ്ക്ലമേറ്ററി സെന്റൻസിലാണ് നമ്മൾ എപ്പോഴും ഇന്റർജെക്ഷൻ ഉപയോഗിക്കുന്നത്. Okay children, so let us see some examples. Okay, children, first one, hurrah. Kando, you see here, exclamation mark is there. See, exclamation mark, hurrah. We have won the game. We have won the game. We have won the game. കണ്ടോ, നമുക്ക് സന്തോഷം വന്നപ്പോൾ ഹുറാ, കണ്ടോ, we have won the game. നമ്മൾ ഗെയിമിൽ ജയിച്ചു അല്ലേ, നമ്മൾ ഹാപ്പിയാണ്, സന്തോഷം പ്രകടിപ്പിക്കാനാണ് നമ്മൾ ഈ ഉപയോഗിച്ചത് ഹുറാ. കണ്ടോ, ആ സന്തോഷമാണ്, അടയ്ക്കാനാവാത്ത സന്തോഷം, പെട്ടെന്ന് വന്ന സന്തോഷമാണ് അല്ലേ. എന്താണ്, നമ്മൾ ഗെയിമിൽ ജയിച്ചു. കണ്ടോ, ഹുറാ, we have won the game. നമ്മൾ ഗെയിമിൽ ജയിച്ചു. ഹുറാ, we have won the game. നമ്മൾ ഗെയിമിൽ ജയിച്ചു. So you see children, look at the sentence carefully. So in this sentence, I told you know, exclamatory sentenceലായിരിക്കും നമ്മൾ എപ്പോഴും interjection ഉപയോഗിക്കുന്നത്. ഹുറാ, കണ്ടോ, exclamation mark is there. You can identify soon. Understand? Because exclamation, if it is there, you can identify that is an interjection. Understand? Say hurrah, we have won the game. ഇവിടെ interjection എന്ന് പറയുന്നത് ഏതാണ്? Hurrah. Understand? Because you see here, which sign is here? An exclamation mark is there. Already I told you that ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസിലായിരിക്കും നമ്മൾ ഇന്റർജെക്ഷൻ ഉപയോഗിക്കുന്നത്. You can identify soon. Understand? See, this is hurrah is a interjection. Hurrah is a interjection. The next one, alas, she is dead. Alas, she is dead. നമ്മൾ പറയത്തില്ലേ, ഇപ്പൊ ആരെങ്കിലും അയ്യോ മരിച്ചു പോയല്ലോ, അവള് മരിച്ചുപോയി എന്ന് പറയത്തില്ലേ. സോ അലാസ്, ഷീ ഈസ് ഡെഡ്. അത് സങ്കടമാണ്. സങ്കടം വന്നപ്പോഴും അലാസ് ഷീ ഈസ് ഡെഡ്. അവള് മരിച്ചു പോയല്ലോ, ഷീ ഈസ് ഡെഡ്, അവള് മരിച്ചല്ലോ, കഷ്ടമായിപ്പോ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അയ്യോ എന്ന് പറയത്തില്ല. നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല നമുക്ക് അല്ലേ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു സങ്കടം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് അലാസ്. ആഫ്റ്റർ ദ ഇന്റർജെക്ഷൻ വാട്ട് ഈസ് there? An exclamation mark. You see here, there is an exclamation mark. So you can identify that alas is an interjection. Understood? You can identify soon. Interjection is a simple topic ആണ്, nothing is there. Understand? നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്താണ്, ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും? എക്സ്ക്ലമേഷൻ മാർക്ക്. ആ എക്സ്ക്ലമേറ്ററി സെന്റൻസിലാണ് നമ്മൾ ഇന്റർജെക്ഷൻ ഉപയോഗിക്കുന്നത്. We can identify soon because of this symbol or this sign. Because of this sign. Understand? നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Because എന്താ കാരണം? നോക്കിയേ, അലാസ് ആണ് ഇന്റർജെക്ഷൻ. കാരണം after the interjection what is there? An exclamation mark is there. So I told you know, ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസിലാണ് നമ്മൾ എപ്പോഴും എന്ത് ഉപയോഗിക്കുന്നത്? ഇന്റർജെക്ഷൻ. Okay children? Then another example. Wow. കണ്ടോ, അത് കഴിഞ്ഞിട്ട് എന്താ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. You see here, wow. What a beautiful gift. What a beautiful gift.
കണ്ടോ? നമ്മൾ ഓർക്കുക ഈ സെന്റൻസ് എപ്പോഴും എന്തിനാണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. കണ്ടോ? ബിക്കോസ് ആ സെന്റൻസ് എക്സ്ക്ലമേറ്ററി ആണെന്ന് ഹൗ ക്യാൻ വി ഐഡന്റിഫൈ? ബിക്കോസ് there is an exclamation mark. കണ്ടോ? ആ സെന്റൻസിൽ എന്തുണ്ട്? എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇതിനകത്ത് ഏതാണ്? വാട്ട് എ ബ്യൂട്ടിഫുൾ, എന്ത് വളരെ എന്താ നല്ല മനോഹരമായ ഗിഫ്റ്റ്, സന്തോഷമാ അല്ലേ, സർപ്രൈസ്. കണ്ടോ? ഓക്കെ ചിൽഡ്രൻ. അപ്പോൾ എന്താണ് അതെന്താണ് ഇവിടെ ഇന്റർജെക്ഷൻ എന്താണ്? Can you tell me? I told you after the interjection what is there? Exclamation mark is there. So you can tell what is an interjection. Understood children? അപ്പോൾ ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ ആണ് നമ്മൾ ഇന്റർജെക്ഷൻസ് ഉപയോഗിക്കുന്നത്. How can we identify that sentence is an exclamatory? Because of the sign is there. The sign is called exclamation mark. Understood? നമ്മൾ ഒരു സെന്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ സിഗ്നൽ ഈ സൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതാണ്? ഒരു ലൈനും അതിന്റെ താഴെ ഒരു കുത്തും, അതിനെ നമ്മൾ പറയുന്നതാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലേ? അതായത് പെട്ടെന്ന് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും സർപ്രൈസ് വരുമ്പോഴും ഒക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഇന്റർജെക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ആഫ്റ്റർ ദ interjection what is there? Exclamation mark is there. So we can identify that this is an interjection. So listen children, into ഒരു exclamatory sentenceലാണ് നമ്മൾ എപ്പോഴും interjection ഉപയോഗിക്കുന്നത്. After the interjection what is there? Exclamation mark is there. So we can identify the interjection. Okay children. But children, this is the last part of speech. Okay, the first one is, what is the first one? All of you say what is the first one? Noun. What is a noun? Can you tell me what is a noun? A noun is the name of a person, place, animal or thing. Understand? What is a noun? Noun is the name of a person, place, animal or thing, or naming words are called nouns. Already you studied about nouns. The next one, what is the next one children? Can you tell me? First one noun, second one pronoun, next verb, adverb, the next one adjective, then preposition, next one conjunction, the last one is interjection. Okay, so these are the 8 parts of speech. Okay children, so what is a noun? A noun is a name of a noun is the name of a person, place, animal or thing. അല്ലേ? ഒരു noun എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സൺ, വ്യക്തികളുടെയോ സ്ഥലങ്ങളുടെയോ സാധനങ്ങളുടെയോ മൃഗങ്ങളുടെയോ ഒക്കെ പേരിനെ കുറിക്കുന്നതാണ് noun. അല്ലേ? Or naming words are called nouns. Understand? The next one noun already we learned. Next one pronoun. What is a pronoun children? What is a pronoun? A pronoun is a word used instead of a noun. അല്ലേ? അതായത് നമ്മൾ നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് pronoun. A pronoun is a word used instead of a noun. നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് pronoun. അപ്പോൾ noun, pronoun. Next one verb. What are verbs? Doing words are called verbs, or action words are called verbs. Or a verb is a word that shows an action or a stage. A verb is a word that shows an action or a stage. Or doing words are called verbs, or action words are called verbs. Okay children, the next one adverb. The first one noun, pronoun, verb, adverb. What is an adverb? An adverb is a word used to add something to the meaning of a verb, an adjective or another adverb. What is an adverb? An adverb is a word used to add. An adverb is a word used to add something to the meaning of a verb, an adjective or another adverb. So noun, pronoun, verb, adverb. The next one, what is the next one?
What is the next one, children? Adjective. What are adjectives? Describing words are called adjectives. The next one, preposition. What is preposition? What is preposition? Can you tell me? I told you preposition contains two words. One is pre and another is position. Pre means before, then position means placed. Therefore, a preposition is a word which is placed before noun or pronoun, and it shows the relationship of a noun or pronoun and with some other words in the sentence. The next one is conjunction. What are conjunctions? Joining words are called conjunction. The last one we studied today. Today we studied about interjection. What is an interjection? An interjection is a word which expresses what? Sudden feeling. Some sudden feelings. What is an interjection? An interjection is a word which expresses some sudden feeling. Okay, children? ഇത്രയുമാണ് നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച്. ഇത് കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത ടോപ്പിക്ക് തുടങ്ങാം. ഓക്കെ, നിങ്ങൾ ഈ ഇത്രയും these 8 parts of speech, you have to see the video again and again. Understand? Okay, children? Okay, so today's homework is cursive writing. On the next page. Okay, children? Children, I am going to wind up the class. Thank you and have a nice day.